ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഷോപ്പ് ഓപ്പണിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യമാണ് ഷോപ്പ് കാര്യങ്ങളൊക്കെ പറയാം. ഞാനിതിന് ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൽ സൗണ്ടൊന്നും കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൂര്യ ഉണ്ട് കേട്ടോ, നിങ്ങൾ ലാസ്റ്റ് എടുത്തൊരു വീഡിയോ ആണ്. അപ്പം ഞാനും ഏട്ടനും നേരത്തെ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അമ്മയെ അമ്പലത്തിൽ പോയിരിക്കായിരുന്നു. അതുപോലെ ഇവിടെ ആരും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാനും ഏട്ടനും കുറേ നേരം വെയിറ്റ് ചെയ്തു. അവസാനം എല്ലാവരും റെഡി ആയിട്ട് നമ്മൾ പോകാൻ ഇറങ്ങി. അപ്പോൾ ഏട്ടനും സോണിയും ബൈക്കിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് പോകണം ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ മാമൻ കാർ എടുത്തു. മാമൻ ആദു അനു അതുപോലെ കുറച്ച് പേര് കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാറെടുത്ത് മാമനും സെറ്റായി. അപ്പോൾ ഞാനും ഏട്ടനും സ്കൂട്ടിയിലാണ് കേട്ടോ പോണത്. അപ്പോൾ ഏട്ടൻ്റെ കൂട്ട് മാത്രം എടുത്ത് വണ്ടിക്കകത്ത് വെച്ച് ഏട്ടൻ്റെ കാര്യം നോക്കി സ്വന്തം കാര്യം നോക്കി സെറ്റായി. അതിനുശേഷം ഞങ്ങൾ വണ്ടിയെടുത്ത് ഞങ്ങളും കൂടെ പോവുകയാണ്. അതിനുശേഷം നമ്മളിത് ഷോപ്പ് എത്തി കേട്ടോ. അപ്പോൾ അമ്മായും പ്രവീണ ചേച്ചിയും വിളക്ക് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ അമ്പലത്തിൽ നിന്ന് നേരെ ഷോപ്പിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ സെറ്റാക്കുകയാണ്. അപ്പോൾ അമ്മായും പ്രവീണ ചേച്ചിയും കൂടെ ഇട്ടൊരു ഷോപ്പാണ് കേട്ടോ അത്. അപ്പോൾ ഇതേ അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് ഡ്രസ്സ് മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ സ്റ്റിച്ചിങ്ങും ഉണ്ട്. ഇതേ കുറച്ചൊക്കെ തിരക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചെറിയമ്മ കടയിട്ടതിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താ? പറ, ഇതിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? അതിനുശേഷം കേട്ടോ സൂര്യ എത്തിയത്. അപ്പോൾ സൂര്യൻ ഞാനും പിന്നെ കസിൻസൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതേ ദൃശ്യ ചേച്ചി വീഡിയോ എടുക്കുന്നത് കൊണ്ട് കണ്ട ഭാവം നടിക്കണില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആദു, പിന്നെ ഇതേ പ്രസിഡന്റിനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ പ്രസിഡന്റിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഷോപ്പെത്തി കഴിഞ്ഞ് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഇവരൊക്കെ ഒന്ന് സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ലതമ്മയുണ്ട്. അപ്പോൾ ഇതാണ് വെളിയിൽ കഴിച്ച് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരാൾ വീഡിയോയ്ക്ക് ഹായ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ ഇതേ നമ്മുടെ ഉദ്ഘാടനത്തിന് എത്തിയവരെല്ലാവരും ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മായി, പ്രവീണ ചേച്ചി, പിന്നെ സോണിയും കൂടെ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സുകളൊക്കെ എവിടെ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കാരണം ഞാൻ ആ ദിവസമാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് റേറ്റും കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആർക്കും എടുത്തു കൊടുക്കാനോ കാര്യങ്ങളൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ വെറുതെ വീഡിയോയ്ക്ക് പട്ടി ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിന്ന് ഡ്രസ്സുകളൊക്കെ അടുക്കി വെക്കുന്നത് പോലെ കാണിക്കുന്നുണ്ടായിരുന്നു. ഗൈസ്, പിന്നെ നമ്മുടെ ഫാമിലിയിൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർ ഹായൊക്കെ കാണിച്ച് പോകുന്നുണ്ട്. ചിലർക്ക് നാണമാണ്, അവരെങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ചിലവർ ഇഷ്ടമില്ലാത്തവർ തലയിൽ കൈവയ്ക്കുന്നു, ഇഷ്ടമുള്ളവർ പീസ് കാണിക്കുന്നു. പിന്നെ ഇതേ പ്രസിഡൻറ്റ് പോകുന്നൊക്കെ കേട്ടോ. മഴയൊക്കെ ഉണ്ട് ഗൈസ്. പ്രസിഡൻറ്റ് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് എവിടെ നിന്നോ കടന്നു വന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് കേട്ടോ. പിന്നെ ഇതേ ഏട്ടൻ, അമ്മ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ചായയും വടയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദൃശ്യ ചേച്ചി എന്നെ വിളിച്ച് വരുത്തി ചായ തന്നു. പിന്നെ വടയുണ്ടായിരുന്നു. വട ഞാൻ കഴിച്ചില്ല. ചായ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പലർക്കും കൊടുക്കാൻ നോക്കി, പക്ഷെ ആരും എൻ്റെ നിന്ന് ചായ വാങ്ങിച്ചില്ല. അപ്പോൾ ഞാൻ തന്നെ അവസാനം കുടിക്കേണ്ടി വന്നു. അതിനുശേഷം ഇവർ ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞ് അവസാനം ചായയും വടയും കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അച്ചു എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുൾ കോട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു വന്നത്, പക്ഷെ ഫുൾ നനഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം എല്ലാവരുടെയും കുറച്ച് നല്ല ഫോട്ടോസ് എടുത്തു. പക്ഷെ അമ്മായിൻ്റെ മാത്രം കിട്ടിയില്ല കേട്ടോ. കാരണം അമ്മായി ഫുൾ തിരക്കായതുകൊണ്ട് അമ്മായിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ നമ്മുടെ എപ്പോഴത്തേയും പോലെ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്. Yeah.